ചുരുക്കവും. ഇത് ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചുള്ള മറ്റൊരു ബൃഹത്തായ ഗ്രന്ഥമാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പു മുതൽ ഇബ്നു കസീറിന്റെ കാലഘട്ടം വരെയുള്ള ചരിത്രം ഇതിൽ വിശദീകരിക്കുന്നു. ആദം നബിയുടെ കഥയും ഇബ്ലീസിന്റെ ഇടപെടലുകളും ഇതിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. കിസസുൽ അംബിയ പ്രവാചകന്മാരുടെ കഥകൾ. ഖുർആനിലും ഹദീസുകളിലും വന്ന പ്രവാചകന്മാരുടെ കഥകൾ സമാഹരിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണിത്. ചരിത്രം ലഭിച്ച രീതി. ഇബ്നു കസീറും നിവേദക ശൃംഖലകളെ ആശ്രയിച്ചാണ് വിവരങ്ങൾ രേഖപ്പെടുത്തിയത്. അദ്ദേഹം പ്രധാനമായും പ്രവാചകനിൽ നിന്നുള്ള ഹദീസുകൾക്കും സഹാബികളുടെയും താബിഉകളുടെയും വ്യാഖ്യാനങ്ങൾക്കും പ്രാധാന്യം നൽകി. തബരി ഉൾപ്പെടെയുള്ള മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെയും അദ്ദേഹം തന്റെ പഠനങ്ങൾക്കുപയോഗിച്ചു. ചരിത്രം എങ്ങനെയാണ് വന്നത്? ആരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു? ഈ ചരിത്രങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് എഴുതിയുണ്ടാക്കിയവയല്ല, തലമുറകളായി കൈമാറി വന്ന അറിവുകളാണിവ. പ്രധാനമായും ഉൾപ്പെടുന്നവർ: 1. പ്രവാചകൻ മുഹമ്മദ് നബി. അല്ലാഹുവിൽ നിന്ന് ലഭിച്ച വഹി, ദിവ്യബോധനം വഴി പ്രവാചകന് മുൻഗാമികളായ പ്രവാചകന്മാരെക്കുറിച്ചുള്ള അറിവുകൾ ലഭിച്ചു. അദ്ദേഹം അത് തന്റെ അനുചരന്മാർക്ക്, സഹാബികൾക്ക് പഠിപ്പിച്ചു. 2. സഹാബികൾ, പ്രവാചകന്റെ അനുചരന്മാർ. പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ടും പഠിച്ചും ഈ ചരിത്രങ്ങൾ അവർ മനസ്സിലാക്കി. അവർ അത് തങ്ങളുടെ പിൻഗാമികൾക്ക്, താബിഉകൾക്ക് കൈമാറി. 3. താബിഉകൾ, സഹാബികളെ പിന്തുടർന്നവർ. സഹാബികളിൽ നിന്ന് നേരിട്ട് അറിവ് നേടിയ ഇവർ ആ അറിവുകൾ തങ്ങളുടെ ശിഷ്യന്മാർക്ക്, താബിഉകൾക്ക് കൈമാറി. 4. ഹദീസ്, തഫ്സീർ, ചരിത്ര പണ്ഡിതന്മാർ. താബിഉകളിൽ നിന്നും അവരുടെ പിൻഗാമികളിൽ നിന്നും ലഭിച്ച ഈ നിവേദനങ്ങൾ ഇമാം തബ്രി, ഇബ്നു കസീർ പോലുള്ള പണ്ഡിതന്മാർ ശേഖരിക്കുകയും പരിശോധിക്കുകയും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഓരോ വിവരവും ആരിൽ നിന്ന് ലഭിച്ചുവെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അറിവിന്റെ തുടർച്ച ഉറപ്പുവരുത്തി. ചുരുക്കത്തിൽ, ആദം നബിയുടെ ചരിത്രം ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ചരിത്ര വിവരങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിയിൽ നിന്നു തുടങ്ങി അദ്ദേഹത്തിന്റെ അനുചരന്മാരിലൂടെയും അവരുടെ പിൻഗാമികളിലൂടെയും പിന്നീട് വന്ന ഹദീസ്, തഫ്സീർ, ചരിത്ര പണ്ഡിതന്മാരിലൂടെയും കൃത്യമായ നിവേദക ശൃംഖലകളിലൂടെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇത് ഇസ്ലാമിക വിജ്ഞാനത്തിലെ അറിവ് കൈമാറ്റത്തിന്റെ സവിശേഷമായ രീതിയാണ്.